എല്ലാവർക്കും നമസ്കാരം. ഞാൻ സിന്ധു, വക്കം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ GNR ഇൻസ്ട്രക്ടറാണ്. നമ്മൾ ഒന്നാമത്തെ യൂണിറ്റിലെ പ്ലാൻ ന്യൂട്രീഷൻ ആൻഡ് ഇറിഗേഷൻ എന്ന പാഠഭാഗത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള പ്രാക്ടിക്കൽ ക്ലാസ്സിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. പ്ലാൻ ന്യൂട്രീഷൻ, ഇറിഗേഷൻ ഇവയുടെ തിയറി ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും പഠിച്ചിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഈ പാഠഭാഗത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള പ്രാക്ടിക്കൽ ക്ലാസ് ആണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. അപ്പൊ അതിലെ ആദ്യം നമ്മൾ പ്ലാൻ ന്യൂട്രീഷൻ എന്ന ഭാഗത്തിലെ വളങ്ങളെ കുറിച്ച്, അതായത് രാസവളങ്ങളെ കുറിച്ചിട്ടുള്ള ക്ലാസ്സാണ് ആദ്യത്തേത്. ചെടികളുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് മണ്ണിൽ ചേർത്ത് കൊടുക്കുന്ന പോഷക ഘടകങ്ങളെയാണ് വളങ്ങൾ എന്ന് പറയുന്നത്. വളങ്ങൾ രണ്ടു തരത്തിലുണ്ട്, ജൈവവളങ്ങളും രാസവളങ്ങളും. നമ്മൾ ഇന്നിവിടെ പഠിക്കുന്നത് രാസവളങ്ങളെ കുറിച്ചാണ്. എന്താണ് രാസവളങ്ങൾ? ചെടികൾക്ക് ആവശ്യമായ പോഷകങ്ങൾ രാസവസ്തുക്കളിലൂടെ, അതായത് കൃത്രിമമായി നിർമ്മിക്കുന്ന രാസവസ്തുക്കളിലൂടെ നൽകുന്നതിനെയാണ് രാസവളങ്ങൾ അല്ലെങ്കിൽ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത്. രാസവളങ്ങൾ അവയിൽ അടങ്ങിയിരിക്കുന്ന പ്രാഥമിക മൂലകങ്ങളായ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവയുടെ എണ്ണത്തിനനുസരിച്ച് അവയിൽ അടങ്ങിയിരിക്കുന്ന പ്രാഥമിക മൂലകങ്ങളായ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവയുടെ എണ്ണത്തിനനുസരിച്ച് മൂന്നായി തരംതിരിച്ചിട്ടുണ്ട്. സോൾട്ട് ഫെർട്ടിലൈസേഴ്സ് അല്ലെങ്കിൽ സ്ട്രേറ്റ് ഫെർട്ടിലൈസേഴ്സ് അഥവാ നേർവളങ്ങൾ, രണ്ടാമത്തേത് കോംപ്ലക്സ് ഫെർട്ടിലൈസേഴ്സ് അഥവാ സംയുക്ത വളങ്ങൾ, മൂന്നാമത്തേത് മിക്സഡ് ഫെർട്ടിലൈസേഴ്സ് അഥവാ കൂട്ടുവളങ്ങൾ. നമുക്ക് ആദ്യം സോൾട്ട് ഫെർട്ടിലൈസേഴ്സ് അല്ലെങ്കിൽ സ്ട്രേറ്റ് ഫെർട്ടിലൈസേഴ്സ് എന്താണെന്ന് നോക്കാം. പ്രാഥമിക മൂലകങ്ങളായ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം ഇവയിൽ ഏതെങ്കിലും ഒരു മൂലകം മാത്രം അടങ്ങിയിരിക്കുന്ന നേർവളങ്ങളെയാണ് നമ്മൾ സ്ട്രേറ്റ് ഫെർട്ടിലൈസേഴ്സ് അല്ലെങ്കിൽ സോൾട്ട് ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത്. സ്ട്രേറ്റ് ഫെർട്ടിലൈസേഴ്സിൽ തന്നെ അവയിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം ഇവയിൽ ഏത് മൂലകമാണോ അടങ്ങിയിരിക്കുന്നത് ആ വളങ്ങളെ മൂന്നായി തരംതിരിച്ചിട്ടുണ്ട്. നൈട്രജൻ അടങ്ങിയിരിക്കുന്ന നേർവളങ്ങളെ നൈട്രോജിനസ് ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നു. ഉദാഹരണമായിട്ട് ഏറ്റവും കൂടുതൽ കർഷകർ സാധാരണ ഉപയോഗിക്കുന്ന ഒരു നൈട്രോജിനസ് ഫെർട്ടിലൈസർ ആണ് യൂറിയ. യൂറിയയിൽ 46% നൈട്രജൻ അടങ്ങിയിരിക്കുന്നു. യൂറിയ വെളുത്ത നിറത്തിൽ തരി രൂപത്തിലാണ് കാണപ്പെടുന്നത്. വേറെ പ്രധാനപ്പെട്ട നൈട്രോജിനസ് ഫെർട്ടിലൈസേഴ്സ്, അതായത് നൈട്രജൻ അടങ്ങിയിരിക്കുന്ന നേർവളങ്ങളാണ് അമോണിയം സൾഫേറ്റ്. ഇതിൽ 20.5% നൈട്രജൻ അടങ്ങിയിരിക്കുന്നു. അമോണിയം നൈട്രേറ്റ് 33% നൈട്രജൻ അടങ്ങിയിരിക്കുന്നു. സോഡിയം നൈട്രേറ്റ് ഇതിൽ 16% നൈട്രജൻ അടങ്ങിയിരിക്കുന്നു. ഇനി രണ്ടാമതായി ഫോസ്ഫറസ് അടങ്ങിയിരിക്കുന്ന നേർവളങ്ങൾ, അതായത് ഫോസ്ഫാറ്റിക് ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയും. ഇവയിൽ ഫോസ്ഫറസ് എന്ന മൂലകം മാത്രമേ കാണുകയുള്ളൂ. ഉദാഹരണമായിട്ട് സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റ് ഇതിൽ 16 മുതൽ 18% ഫോസ്ഫറസ് അടങ്ങിയിരിക്കുന്നു. ഏതാണ്ട് ചാര നിറത്തിലുള്ള തരികളുടെ രൂപത്തിലാണ് കാണപ്പെടുന്നത്. മറ്റു ഫോസ്ഫാറ്റിക് ഫെർട്ടിലൈസേഴ്സ് ആണ് ഡൈ അമോണിയം ഫോസ്ഫേറ്റ്, ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റ്, ഡബിൾ സൂപ്പർ ഫോസ്ഫേറ്റ് മുതലായവ. ഇനി പൊട്ടാസ്യം മാത്രം അടങ്ങിയിരിക്കുന്ന നിർവ്വഹണങ്ങളാണ് പൊട്ടാസ്യം ഫെർട്ടിലൈസേഴ്സ്. കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു പൊട്ടാസ്യം ഫെർട്ടിലൈസർ ആണ് മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് അല്ലെങ്കിൽ MOP എന്നറിയപ്പെടുന്നു. ഇതിൽ 60% പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. ഓറഞ്ച് നിറത്തിൽ തരി രൂപത്തിൽ കാണപ്പെടുന്നതാണ് പൊട്ടാഷ് അല്ലെങ്കിൽ MOP എന്നറിയപ്പെടുന്ന വളം. നമ്മൾ ഇത്രയും നേരം പറഞ്ഞിരുന്നത് നേർവളങ്ങളെ കുറിച്ചാണ്. ഇനി അടുത്തതായി കോംപ്ലക്സ് ഫെർട്ടിലൈസേഴ്സ് അല്ലെങ്കിൽ സംയുക്ത വളങ്ങൾ എന്താണെന്ന് നോക്കാം. രണ്ടോ അതിലധികമോ പ്രാഥമിക മൂലകങ്ങൾ ചില പ്രത്യേക അനുപാതത്തിൽ രാസപരമായി ബന്ധപ്പെട്ടിരിക്കുന്ന വളങ്ങളെയാണ് കോംപ്ലക്സ് ഫെർട്ടിലൈസേഴ്സ് അല്ലെങ്കിൽ സംയുക്ത വളങ്ങൾ എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് ഫാക്ടം ഫോസിൽ 20% നൈട്രജനും 20% ഫോസ്ഫറസും അടങ്ങിയിട്ടുണ്ട്. അടുത്തതായി മിശ്രിത വളങ്ങൾ അല്ലെങ്കിൽ മിക്സ്ചറുകൾ, ഇവയെ കൂട്ടുവളങ്ങൾ എന്നും അറിയപ്പെടുന്നു.
ഒരു നിശ്ചിത അനുപാതത്തിൽ മൂലകങ്ങൾ അതായത് NPK കിട്ടുന്നതിനായി നേർവളങ്ങൾ കൂട്ടിയെടുക്കുന്നതിനെയാണ് മിശ്രിത വളങ്ങൾ അല്ലെങ്കിൽ മിക്സറുകൾ അല്ലെങ്കിൽ കൂട്ടുവളങ്ങൾ എന്നറിയപ്പെടുന്നത്. നമുക്ക് അതിനകത്ത് നോക്കിയാൽ അറിയാം ഓരോ തരിയും ഓരോ നേർവളങ്ങളുടേതാണ്. ഉദാഹരണമായിട്ട് 8, 8, 16. 8, 8, 16 എന്ന് പറഞ്ഞ നമ്പർ സൂചിപ്പിക്കുന്നത് ആ വളത്തിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജന്റെയും ഫോസ്ഫറസിന്റെയും പൊട്ടാസ്യത്തിന്റെയും ശതമാനമാണ്. പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്നുകൂടെ നോക്കാം. അതായത് നമ്മൾ ഇന്ന് വളങ്ങളെ കുറിച്ചാണ് പഠിച്ചത്. വളങ്ങളിൽ തന്നെ രാസവളങ്ങളെ കുറിച്ചാണ് പഠിച്ചത്. രാസവളങ്ങൾ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. സ്ട്രേറ്റ് ഫെർട്ടിലൈസേഴ്സ്, അതായത് പ്രാഥമിക മൂലകങ്ങളായ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം ഇവയിൽ ഏതെങ്കിലും ഒരു മൂലകം മാത്രം അടങ്ങിയിട്ടുള്ള രാസവളങ്ങളെയാണ് നമ്മൾ സ്ട്രേറ്റ് ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്ട്രേറ്റ് ഫെർട്ടിലൈസേഴ്സിൽ അതിൽ അടങ്ങിയിരിക്കുന്ന പ്രാഥമിക മൂലകങ്ങളുടെ അനുസരിച്ച് അതിനെ നൈട്രജൻ മാത്രം അടങ്ങിയിരിക്കുന്ന വളങ്ങൾ, ഫോസ്ഫറസ് മാത്രം അടങ്ങിയിരിക്കുന്ന വളങ്ങൾ, പൊട്ടാസ്യം മാത്രം അടങ്ങിയിരിക്കുന്ന വളങ്ങൾ പഠിച്ചു. അതിൽ പ്രധാനപ്പെട്ട വളങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കർഷകർ സാധാരണ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വളങ്ങൾ എന്ന് പറഞ്ഞാല് നൈട്രോജനസ് ഫെർട്ടിലൈസർ ആയിട്ടുള്ള യൂറിയയാണ്. യൂറിയക്കകത്ത് 46% നൈട്രജൻ ഉണ്ട്. അതുപോലെ ഫോസ്ഫറസ് വളത്തിലാണെന്നുണ്ടെങ്കിൽ സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റ്, ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റ്. പിന്നെ നമ്മൾ പഠിച്ചത് പൊട്ടാസ്യം ഫെർട്ടിലൈസേഴ്സ്, പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള നിർവളമായിട്ടുള്ള അതിനകത്ത് പ്രധാനമായിട്ടും കർഷകർ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാല് പൊട്ടാഷ് വളങ്ങളാണ്. അതായത് MOP, മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ്, 60% പൊട്ടാസ്യം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കോംപ്ലക്സ് വളങ്ങൾ അല്ലെങ്കിൽ സംയുക്ത വളങ്ങൾ എന്താണെന്ന് പഠിച്ചു. അതിന് ഉദാഹരണമായിട്ട് ഫാക്ടം ഫോസ് ഉണ്ട്. പിന്നെ അവസാനം പഠിച്ചതെന്ന് പറഞ്ഞാല് മിക്സഡ് വളങ്ങൾ അല്ലെങ്കിൽ കൂട്ടുവളങ്ങൾ, മിക്സ്ചറുകൾ എന്ന് പറഞ്ഞ വളങ്ങളാണ്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് ഓർഗാനിക് മാനുവേഴ്സ്. നമുക്ക് ജൈവവളങ്ങളെ കുറിച്ച് പരിചയപ്പെടാം. സസ്യങ്ങൾക്ക് പോഷകങ്ങൾ പ്രദാനം ചെയ്യുന്ന സസ്യ ജന്തു അവശിഷ്ടങ്ങളാണ് ജൈവവളങ്ങൾ. അവയിൽ ഉൾക്കൊണ്ടിരിക്കുന്ന പോഷകങ്ങളുടെ അളവിന്റെ അടിസ്ഥാനത്തിൽ അവയെ ബൾക്കി, കോൺസെൻട്രേറ്റഡ് എന്നിങ്ങനെ രണ്ടായി തരംതിരിക്കാം. സസ്യങ്ങൾക്ക് ചെറിയ അളവിൽ മാത്രം പോഷകങ്ങൾ പ്രദാനം ചെയ്യുന്നതും എന്നാൽ വലിയ അളവിൽ സസ്യങ്ങളിൽ പ്രയോഗിക്കേണ്ടതുമായ വളങ്ങളാണ് ബൾക്കി ഓർഗാനിക് മനുവർ. ബൾക്കി ഓർഗാനിക് മനുവറിനെ അപേക്ഷിച്ച് കൂടിയ അളവിൽ ചെടികൾക്ക് പോഷകങ്ങൾ പ്രദാനം ചെയ്യുന്നതും എന്നാൽ താരതമ്യേന കുറഞ്ഞ അളവിൽ സസ്യങ്ങളിൽ പ്രയോഗിക്കേണ്ടതുമായ വളങ്ങളാണ് കോൺസെൻട്രേറ്റഡ് ഓർഗാനിക് മനുവർ. പ്രധാനപ്പെട്ട ബൾക്കി ഓർഗാനിക് മനുവേഴ്സ്: ഫാം യാർഡ് മനുവർ, വെർമി കമ്പോസ്റ്റ്, സ്ലഡ്ജ്, ഗ്രീൻ മനുവർ, കമ്പോസ്റ്റ്, നൈറ്റ് സോയിൽ തുടങ്ങിയവ. പ്രധാനപ്പെട്ട കോൺസെൻട്രേറ്റഡ് ഓർഗാനിക് മനുവേഴ്സ്: നീം കേക്ക്, കാസ്റ്റർ കേക്ക്, ഗ്രൗണ്ട്നട്ട് കേക്ക്, മീറ്റ് മീൽ, ബ്ലഡ് മീൽ, ബോൺ മീൽ, ഫിഷ് മീൽ തുടങ്ങിയവ. ന്യൂട്രിയൻസിന്റെ കോൺസെൻട്രേഷന്റെ അടിസ്ഥാനത്തിൽ ബൾക്കി ഓർഗാനിക് മനുവർ, കോൺസെൻട്രേറ്റഡ് ഓർഗാനിക് മനുവർ എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നത് പോലെ ഒറിജിന്റെ അടിസ്ഥാനത്തിൽ പ്ലാന്റ് ഒറിജിൻ, ആനിമൽ ഒറിജിൻ, കമ്പോസിറ്റ് മനുവർ എന്നിങ്ങനെ 3ആയി തരംതിരിച്ചിരിക്കുന്നു. പ്ലാന്റ് ഒറിജിൻ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവ ഓയിൽ കേക്സ്, പ്ലാന്റ് റെസിഡ്യൂസ്, ഗ്രീൻ മനുവേഴ്സ്. ഓയിൽ കേക്സ് അഥവാ പിണ്ണാക്ക് എണ്ണക്കുരുക്കളിൽ നിന്ന് എണ്ണ ആട്ടിയെടുത്തതിന് ശേഷമുള്ള അവശിഷ്ടമാണ് ഓയിൽ കേക്സ്. ഇവയിൽ ചിലതിനെ കാലികളെ തീറ്റാൻ ഉപയോഗിക്കുന്നു. അവയെ എഡിബിൾ ഓയിൽ കേക്സ് എന്നും അല്ലാത്തവയെ നോൺ എഡിബിൾ ഓയിൽ കേക്സ് എന്നും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. എഡിബിൾ ഓയിൽ കേക്സ് ഇവയിൽ പ്രധാനപ്പെട്ടതാണ് മസ്റ്റാർഡ് ഓയിൽ കേക്ക്, ഗ്രൗണ്ട്നട്ട് കേക്ക്, സീസം കേക്ക്, ലിൻസീഡ് കേക്ക്, കോക്കനട്ട് കേക്ക് മുതലായവ. കോക്കനട്ട് കേക്ക് അഥവാ തേങ്ങാ പിണ്ണാക്ക്. നോൺ എഡിബിൾ ഓയിൽ കേക്സ്, കാസ്റ്റർ കേക്ക്, നീം കേക്ക് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. നോൺ എഡിബിൾ ഓയിൽ കേക്സ്: നീം കേക്ക് വേപ്പിൻ പിണ്ണാക്ക്, കാസ്റ്റർ കേക്ക് ആവണക്കിൻ പിണ്ണാക്ക്. നാം ഉപയോഗിക്കുന്ന
ജൈവവളങ്ങളിൽ കോൺസെൻട്രേറ്റഡ് ജൈവവളങ്ങളിൽ വരുന്ന ഒന്നാണ് വേപ്പിൻ പിണ്ണാക്ക്. വേപ്പിൻ പിണ്ണാക്ക് ചെടിച്ചുവട്ടിൽ ഇടുന്നതിന് മുന്നായി നന്നായി പൊടിച്ചതിന് ശേഷമാണ് അപ്ലൈ ചെയ്യേണ്ടത്. മണ്ണിൽ കൂടി വരുന്ന നിമാവിരകളെ തടയുന്നതിന് ഇത് സഹായിക്കുന്നു. പ്ലാന്റ് റെസിഡ്യൂ. പാഡി സ്ട്രോ അഥവാ വൈക്കോൽ. പ്ലാന്റ് റെസിഡ്യൂസ് പ്ലാന്റ് ഒറിജിൻ വിഭാഗത്തിൽപ്പെടുന്ന ഓർഗാനിക് മെനുവേഴ്സ് ആണ്. സ്ട്രോ, ഹസ്ക്, വുഡ് ആഷ്, സ്റ്റാക്ക്, ഷുഗർ കെയിൻ ട്രാഷ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. മണ്ണിന്റെ ഭൗതിക ഘടനയും ഫെർട്ടിലിറ്റിയും വർദ്ധിപ്പിക്കുന്നതിനായി പച്ചിലകൾ മണ്ണിനോട് ഉഴുതു ചേർക്കുന്ന പ്രക്രിയയാണ് ഗ്രീൻ മെനുവറിംഗ്. ഇവയെ ഗ്രീൻ മെനുവറിംഗ് ഇൻസിറ്റു, ഗ്രീൻ ലീഫ് മെനുവറിംഗ് എന്നിങ്ങനെ രണ്ടായി തരംതിരിക്കാം. നാം സാധാരണയായി ഉപയോഗിക്കുന്ന ഗ്രീൻ മെനു ക്രോപ്സിൽ വളരെ സാധാരണയായി എല്ലായിടത്തും വളരെ സർവ്വസാധാരണമായി കാണുന്ന ഒരു ഗ്രീൻ മെനു ക്രോപ്പാണ് നമ്മുടെ ഗ്ലൈറിസീഡിയ അഥവാ ശീമക്കൊന്ന എന്ന് പറയുന്നത്. മണ്ണിലേക്ക് ആവശ്യമായിട്ടുള്ള നൈട്രജനെ പ്രദാനം ചെയ്യുന്നതോടൊപ്പം തന്നെ മണ്ണിന്റെ ഭൗതിക ഘടനയെ മെച്ചപ്പെടുത്തുന്നതിന് ഈ കൃഷി സഹായിക്കുന്നു. ഗ്രീൻ മെനുവറിംഗ് ഇൻസിറ്റു. ഡെയിഞ്ച, സെസ്ബാനിയ, സൺഹെംപ് തുടങ്ങിയ ചെടികൾ ഇതിൽ ഉൾപ്പെടുന്നു. മെയിൻ ക്രോപ്പായോ മെയിൻ ക്രോപ്പിനോടൊപ്പം ഇന്റർക്രോപ്പായോ കൃഷി ചെയ്ത ശേഷം കൃഷിയിടത്തിൽ ഉഴുതു ചേർക്കുന്ന രീതി. വളരെ സാധാരണയായി ഉപയോഗിക്കുന്ന ഗ്രീൻ മെനുവർ ഇൻസിറ്റു ക്രോപ്പാണ് കൗപ്പി. ഓർഗാനിക് മെനുവർ ആനിമൽ ഒറിജിൻ. ഫിഷ് മീൽ 4.1% നൈട്രജൻ, 3.9% ഫോസ്ഫറസ്, 0.3% പൊട്ടാസ്യം. ബോൺ മീൽ 3.5% നൈട്രജൻ, 21% ഫോസ്ഫറസ്. ബ്ലഡ് മീൽ 11.5% നൈട്രജൻ, 0.6% പൊട്ടാസ്യം. കമ്പോസ്റ്റ്, വെർമി കമ്പോസ്റ്റ്, ഫാം യാർഡ് മെനുവർ എന്നിവ കമ്പോസിറ്റ് മെനുവർ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. സസ്യാവശിഷ്ടങ്ങളും ജന്തുക്കളുടെ അവശിഷ്ടങ്ങളും ഇവയിൽപ്പെടുന്നു. പ്രകൃത്യാലുള്ള വിഘടനത്തിന്റെ ഫലമായി രൂപം കൊള്ളുന്ന വസ്തുക്കളാണ് കമ്പോസ്റ്റ്. ഇവയിൽ സസ്യജന്യമായവയും ജന്തുജന്യമായവയും ഉൾക്കൊണ്ടിരിക്കുന്നു. പ്രകൃത്യാലുള്ള വിഘടനത്തിന്റെ ഫലമായി കമ്പോസ്റ്റ് ഉണ്ടാകുന്നതിനു പുറമെ നിയന്ത്രിത സാഹചര്യത്തിലും കമ്പോസ്റ്റ് നിർമ്മിക്കാറുണ്ട്. ഉദാഹരണം ചകിരിച്ചോർ വളം. മണ്ണിരകളെ ഉപയോഗിച്ച് ജീർണിക്കുന്ന അവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് ഉണ്ടാക്കുന്ന വളമാണ് മണ്ണിര കമ്പോസ്റ്റ് എന്ന് പറയുന്നത്. സസ്യാവശിഷ്ടങ്ങളാണ് നാം ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. ഇവിടെ നാം വാഴത്തടയും അതുപോലെ തന്നെ ഉണങ്ങിയ ഓലയുടെ അവശിഷ്ടവുമാണ് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇതാണ് നാം പറഞ്ഞ ആഫ്രിക്കൻ മണ്ണിര. ഈ മണ്ണിരകളാണ് ഈ ജൈവവസ്തുക്കളെ ഭക്ഷിക്കുകയും അത് പോഷകസമ്പുഷ്ടമായ മണ്ണിര കമ്പോസ്റ്റാക്കി മാറ്റുകയും ചെയ്യുന്നത്. ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നീ മൂലകങ്ങൾക്ക് പുറമെ ധാരാളം വളർച്ചാ ഹോർമോണുകളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഫാം യാർഡ് മെനുവർ. ഫാം ആനിമൽസിന്റെ ഡങ്, യൂറിൻ എന്നിവയുടെ അഴുകിയ മിശ്രിതമാണ് ഫാം യാർഡ് മെനുവർ. നാം ഈ വീഡിയോയിലൂടെ ഓർഗാനിക് മെനുവേഴ്സിനെ പരിചയപ്പെട്ടു. ഇനി മെത്തേഡ്സ് ഓഫ് ആപ്ലിക്കേഷൻ. വളപ്രയോഗ രീതികളെ പരിചയപ്പെടാം. രാസവളങ്ങൾ സോളിഡ് ഫോമിലും ലിക്വിഡ് ഫോമിലും ഉപയോഗിക്കാറുണ്ട്. സോളിഡ് ഫോമിലുള്ള രാസവളങ്ങൾ എപ്രകാരം ചെടികളിൽ പ്രയോഗിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ബ്രോഡ്കാസ്റ്റിംഗ്, പ്ലേസ്മെന്റ് എന്നിങ്ങനെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഫീൽഡിലുടനീളം യൂണിഫോമായി വളം വിതറുന്ന രീതിയാണ് ബ്രോഡ്കാസ്റ്റിംഗ്. ബ്രോഡ്കാസ്റ്റിംഗ് എപ്പോൾ നടത്തുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ബേസൽ ആപ്ലിക്കേഷൻ, ടോപ്പ് ഡ്രസ്സിംഗ് എന്നിങ്ങനെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു.
ബ്രോഡ്കാസ്റ്റിംഗ്. ബേസൽ ആപ്ലിക്കേഷൻ. ചെടി നടുന്നതിന് മുമ്പായി നിലം ഉഴുതുമറിക്കുന്ന സമയത്ത് വളം വാരി വിതറുന്ന രീതിയാണ് ബേസൽ ആപ്ലിക്കേഷൻ. ടോപ്പ് ഡ്രസ്സിംഗ്. കൃഷിയിടത്ത് നട്ടിരിക്കുന്ന ചെടികൾക്ക് പോഷകങ്ങൾ ലഭ്യമാക്കുവാനായി വളം വാരി വിതറുന്ന രീതിയാണ് ടോപ്പ് ഡ്രസ്സിംഗ്. ചെടികൾക്ക് മൂലകങ്ങൾ പ്രദാനം ചെയ്യുന്നതിന് വേണ്ടി ചെടികൾ നടുന്നതിന് മുമ്പോ ശേഷമോ ഇംപ്ലിമെന്റ്സിന്റെ സഹായത്തോടുകൂടി സോയിൽ സർഫസിന് തൊട്ട് താഴെയായി വളം പ്രയോഗിക്കുന്ന രീതിയാണ് പ്ലേസ്മെന്റ്. സൈഡ് ഡ്രസ്സിംഗ്. പ്ലേസ്മെന്റ് വിഭാഗത്തിൽ ഉൾപ്പെടുത്താവുന്ന വളപ്രയോഗ രീതിയാണ് സൈഡ് ഡ്രസ്സിംഗ്. ഈ രീതിയിൽ നിരകളായി നട്ടിരിക്കുന്ന ചെടികളുടെ ഒരു വശത്തുകൂടെയോ ചെടികളുടെ ചുറ്റിലുമായോ വളം പ്രയോഗിക്കുന്ന രീതിയാണ് സൈഡ് ഡ്രസ്സിംഗ്. വരികളുടെ വശത്തായി സ്പെയ്ഡ് ഉപയോഗിച്ച് ചാലുകോരുന്നു. പ്രയോഗിക്കേണ്ട വളം ചാലുകളിൽ നിക്ഷേപിക്കുന്നു. വളം മണ്ണുമായി സ്പെയ്ഡ് ഉപയോഗിച്ച് കൂട്ടിക്കലർത്തുകയോ മൂടുകയോ ചെയ്യുന്നു. ബാൻഡ് പ്ലേസ്മെന്റ്. കരിമ്പ്, ഉരുളക്കിഴങ്ങ്, ചോളം തുടങ്ങി വരികളിൽ അടുത്തടുത്ത് കൃഷി ചെയ്യുന്ന സസ്യങ്ങളുടെ ഒരു വശത്തോ ഇരുവശങ്ങളിലുമായോ വളം തുടർച്ചയായ ബാൻഡുകളായി പ്രയോഗിക്കുന്ന രീതി. റിംഗ് പ്ലേസ്മെന്റ്. ചെടികൾക്ക് ചുറ്റിലും ചുവടിൽ നിന്ന് 5 സെന്റിമീറ്ററെങ്കിലും മാറി വൃത്താകൃതിയിൽ വളം പ്രയോഗിക്കുന്ന രീതിയാണിത്. നേർത്ത അളവിൽ അനുയോജ്യമായ ഫെർട്ടിലൈസർ സൊല്യൂഷൻസ് ചെടികളുടെ ഇലകളിലേക്ക് സ്പ്രേ ചെയ്യുന്ന രീതിയാണ് ഫോളിയാർ ആപ്ലിക്കേഷൻ. സസ്യങ്ങൾ ചില മൂലകങ്ങളുടെ അപര്യാപ്തത ലക്ഷണങ്ങൾ കാണിക്കുന്നതുൾപ്പെടെയുള്ള ചില സന്ദർഭങ്ങളിലാണ് ഫോളിയാർ ആപ്ലിക്കേഷൻ നടത്തുന്നത്.
ഫെർട്ടിഗേഷൻ പ്രൈമറി പ്ലാന്റ് ന്യൂട്രിയൻസ് അടങ്ങിയതും ജലത്തിൽ വേഗം ലയിക്കുന്നതുമായ രാസവളങ്ങൾ ജലത്തിൽ ലയിപ്പിച്ച് മൈക്രോ ഇറിഗേഷൻ സിസ്റ്റത്തിലൂടെ ചെടികൾക്ക് ലഭ്യമാക്കുന്ന രീതിയാണ് ഫെർട്ടിഗേഷൻ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ കണ്ടു അല്ലേ? അപ്പോൾ വീഡിയോയിൽ എന്തൊക്കെയാണ് മനസ്സിലാക്കിയത്? ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെനുവേഴ്സ് എന്താണ്, ജൈവവളങ്ങൾ എന്താണ്, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് രാസവളങ്ങൾ എന്തൊക്കെയാണ്, വിവിധ തരത്തിലുള്ള ജൈവവളങ്ങൾ ഏതൊക്കെയാണ്, രാസവളങ്ങൾ ഏതൊക്കെയാണ്, ഈ ജൈവവളങ്ങളിലും രാസവളങ്ങളിലും അടങ്ങിയിട്ടുള്ള മൂലകങ്ങൾ അത് എത്ര ശതമാനത്തോളം അടങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഈ ജൈവവളങ്ങളുടെയും രാസവളങ്ങളുടെയും ഉപയോഗക്രമം അല്ലേ, ആപ്ലിക്കേഷൻ മെത്തേഡ്സ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ വളരെ വിശദമായിട്ട് നമ്മുടെ വീഡിയോ ക്ലാസ്സിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? ഈ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ പ്രാവർത്തികമാക്കണം. വെറുതെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാൽ മതിയോ? പോരാ. അപ്പോൾ നമ്മളിത് പ്രാവർത്തികമാക്കണം. എങ്ങനെയാണ് നമുക്കിത് പ്രാവർത്തികമാക്കാൻ പറ്റുന്നത്? പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോൾ ഈ കൊറോണ ഒരു സാഹചര്യമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ പ്രാവർത്തികമാക്കാൻ പറ്റും? എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു കുഞ്ഞ് അടുക്കളത്തോട്ടം സെറ്റ് ചെയ്യണം. വളരെ കുഞ്ഞ്, ഒരുപാട് ചെടികളൊന്നും വേണ്ട, വളരെ പരിമിതമായ ചെടികൾ ഉൾപ്പെടുത്തി ഒരു ചെറിയ അടുക്കളത്തോട്ടം സെറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു അടുക്കളത്തോട്ടം സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള വിവിധ തരത്തിലുള്ള വളങ്ങൾ, വളക്കൂട്ടുകൾ, അതൊക്കെ ഏത് സമയത്ത് ഏതൊക്കെ വളങ്ങളാണ് നമ്മൾ ചെടികൾക്ക് കൊടുക്കേണ്ടത് എന്നൊക്കെ നമുക്ക് ഒരു ധാരണ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ കൊടുക്കുന്ന വളങ്ങളൊക്കെ ചെടികൾ അത് ആഗിരണം ചെയ്യുന്നുണ്ടോ, നമുക്ക് അതനുസരിച്ച് ചെടികളുടെ വളർച്ച കാണാൻ പറ്റുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് അതിലൊരു ആത്മവിശ്വാസം വരുന്നത് അല്ലേ? അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇന്ന് ഈ നിമിഷം ഇവിടെ വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. എന്ത് സ്റ്റാർട്ട് ചെയ്യും? ഒരു ചെറിയ അടുക്കളത്തോട്ടം അല്ലെങ്കിൽ ഒരു ചെറിയ ഗാർഡൻ. എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്ന ഒരു ആശയം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അല്ലേ? അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് പ്രാവർത്തികമാക്കാൻ പറ്റിയ ഒരു നല്ല ഇടമെന്ന് പറയുന്നത് അടുക്കളത്തോട്ടമാണ്. അപ്പോൾ ഇന്ന് തന്നെ നമ്മൾ ഈ പഠിച്ച അറിവുകളൊക്കെ തന്നെ നമ്മളൊരു കുഞ്ഞ് അടുക്കളത്തോട്ടം സെറ്റ് ചെയ്തുകൊണ്ട് പ്രാവർത്തികമാക്കാൻ പോവുകയാണ് അല്ലേ? അപ്പോൾ എനിക്കത് നിങ്ങൾ പ്രോമിസ് ചെയ്യുകയാണ് എന്നോട്, ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുള്ളത് അല്ലേ? അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങൾക്കും വീഡിയോ വാച്ച് ചെയ്തതിന് നന്ദി, നമസ്കാരം. അതുപോലെ തന്നെ എല്ലാവരും സുരക്ഷിതരായിട്ട് അവരുടെ വീടുകളിൽ തന്നെ ഈ സാഹചര്യത്തിൽ ഇരിക്കുന്നതിനും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.